ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുകയും എന്ന് പറഞ്ഞു. യോസഫിൻ്റെ സഹോദരന്മാർ 10 പേർ മിസ്രൈമിൽ ധാന്യം കൊള്ളുവാൻ പോയി. എന്നാൽ യോസഫിൻ്റെ അനുജനായ ബെന്യാമീന് പക്ഷേ വല്ല ആപത്തും ഭവിക്കുമെന്ന് വച്ച് യാക്കോബ് അവനെ സഹോദരന്മാരോട് കൂടെ അയച്ചില്ല. അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെ ഇടയിൽ ഇസ്രയേലിൻ്റെ പുത്രന്മാരും ഉണ്ടായിരുന്നു. കനാൻ ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നുവല്ലോ. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസഫിൻ്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസേഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടാരെ അവരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നും അവരോട് ചോദിച്ചതിന്, ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്തു നിന്ന് വരുന്നു എന്ന് അവർ പറഞ്ഞു. യോസേഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസേഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്തവരോട്, നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തിൻ്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.